നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും വ്യക്തികളും സാഹചര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കും പോലെ ആകണമെന്നില്ല. പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരണമെന്നില്ല, പെരുമാറണമെന്നില്ല. പല പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും കടന്നു പോകേണ്ടി വരുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ മനസ്സ് പലപ്പോഴും സംഘർഷഭരിതമാകാറില്ലേ? നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമല്ലോ. അവരെന്താ അങ്ങനെ, ഇവരെന്താ ഇങ്ങനെ, അച്ഛനെന്താ അങ്ങനെ, മോനെന്താ ഇങ്ങനെ, മരുമോൾ എന്താ ഇങ്ങനെ, ബോസ് എന്താ ഇങ്ങനെ. ഈ ചോദ്യങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താറുണ്ട്, ഇല്ലേ? നമ്മൾ പലപ്പോഴും അവരെ തിരുത്താൻ, കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും, ഉപദേശിക്കാൻ ശ്രമിക്കും. പക്ഷേ പലപ്പോഴും നമ്മളിതിനെല്ലാം ശ്രമിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരണമെന്നില്ല. പിന്നെയും നമ്മുടെ അസ്വസ്ഥതകളും അശാന്തികളും കൂടുകയേ ചെയ്യുള്ളൂ. അവർ മാറുന്നില്ല, സാഹചര്യവും വ്യക്തിയും മാറുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ അസ്വസ്ഥതകൾ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള വിപരീത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അമൂല്യനിധിയായ മനസ്സമാധാനം, ശാന്തി നഷ്ടപ്പെടാതിരിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പലപ്പോഴും നമ്മളൊന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായാൽ, നമ്മുടെ മനോഭാവത്തിലൊരു ചെറിയ പരിവർത്തനം കൊണ്ടുവരാൻ നമ്മൾ തയ്യാറായാൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സമാധാനം കാത്തു സൂക്ഷിക്കാൻ കഴിയും. കൂടെയുള്ളവർക്ക് നമുക്ക് സമാധാനം കൊടുക്കാനും കഴിയും. ജീവിതത്തെ ഒരു നാടകമെന്നല്ലേ പറയണത്? നാടകത്തിനൊരു കഥയും തിരക്കഥയും ഉണ്ട്. നമ്മളെല്ലാവരും നാടകത്തിലെ അഭിനേതാക്കളുമാണ്. സാധാരണ ഒരു സിനിമ അല്ലെങ്കിൽ നാടകത്തിൽ നോക്കൂ, രണ്ടുപേര് ഒരേ പോലെ അഭിനയിക്കാറില്ലല്ലോ, ഒരേ റോൾ അഭിനയിക്കാൻ കൊടുക്കാറുമില്ലല്ലോ. ഒരു അഭിനേതാവ് ഒരു പക്ഷേ ഡബിൾ റോൾ അഭിനയിക്കുമായിരിക്കാം. പക്ഷെ ഒരു അഭിനേതാവിനെ പോലെ മറ്റൊരു അഭിനേതാവിന് ഭാഗം അഭിനയിക്കാൻ കൊടുക്കാറില്ല. അങ്ങനെയൊക്കെ നമുക്ക് ആ നാടകത്തിന് വല്ല രസമുണ്ടാവും? രണ്ടുപേരും ഒരേപോലെ അഭിനയിച്ചുകൊണ്ടിരുന്ന, ഒരേ റോൾ അഭിനയിച്ചുകൊണ്ടിരുന്നാൽ. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിത നാടകവും? ആലോചിച്ച് നോക്കൂ. നമ്മുടെ മക്കൾ, നമുക്ക് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. നമുക്കെപ്പോഴും എന്താ തോന്നുക? മോൻ എന്താ മോളെ പോലെ ആകാത്തെ, അനിയൻ എന്താ ചേച്ചിയെ പോലെ ആകാത്തെ? അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും 50 പേര് ജോലി ചെയ്യുന്നുവെങ്കിൽ ഇവരെന്താ അങ്ങനെ, ഇവരെ പോലെ എന്താ ചെയ്യാത്തെ? അവർക്ക് എത്ര ആത്മാർത്ഥത, ഇവർക്ക് എത്ര സത്യസന്ധത, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര അക്യുറേറ്റ് ആയിട്ടാണ് ചെയ്യണേ, അവരെ പോലെ എന്താ ഇവർ ചെയ്യാത്തെ? ഈ ചിന്തകളും വിചാരങ്ങളും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരാറില്ലേ? പക്ഷേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും നമ്മളെപ്പോഴും ഓർമ്മിക്കണം. നമ്മൾ ഓരോരുത്തരും ഓരോ അഭിനേതാക്കളാണ്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. നമുക്കെല്ലാവർക്കും ഈ ജീവിത നാടകത്തിൽ കിട്ടിയിരിക്കുന്ന ഭാഗങ്ങളും വ്യത്യസ്തമാണ്. കിട്ടിയിരിക്കുന്ന ഓരോ ഭാഗം നമ്മൾ അഭിനയിക്കുന്നതും അവരവരുടേതായ അഭിനയ മികവുകൾക്ക് അനുസരിച്ചാണ്, അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു സാധാരണ നാടകം അഭിനയിക്കുമ്പോൾ തന്നെ നോക്കൂ, ആരും തങ്ങളുടെ കൂടെയുള്ള അഭിനേതാക്കളെ നോക്കിക്കൊണ്ടിരിക്കുമോ? അവരെന്താ ചെയ്യണേ, അവരവരുടെ ഭാഗം നന്നായിട്ട് അഭിനയിക്കണുണ്ടോ? നമ്മൾ ആരും തന്നെ ഒരു നാടകത്തിൽ, സിനിമയിൽ അഭിനയിക്കുമ്പോൾ പരസ്പരം തിരുത്തലൊന്നും കൊടുക്കാറില്ല, കറക്ഷനൊന്നും കൊടുക്കാറില്ല. അഥവാ അഭിനയ ഭാഗത്തിൽ എന്തെങ്കിലും തിരുത്തൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് ഡയറക്ടറാണ് കൊടുക്കുക, അല്ലേ? ഓരോരുത്തരും എന്തിനാണ് ശ്രമിക്കുക? എനിക്ക് കിട്ടിയ ഭാഗം ഏറ്റവും നന്നായി അഭിനയിക്കണം. നമുക്ക് നമ്മുടെ ജീവിത നാടകത്തിൽ അത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ ജീവിത നാടകത്തിന് ഒരു സംവിധായകൻ തീർച്ചയായിട്ടും ഉണ്ട്. തിരുത്തൽ അവിടെ നിന്നാണ് കിട്ടുക. ബാക്കി നമുക്ക് നമ്മളാൽ കഴിയുന്ന തിരുത്തലുകൾ കൊടുത്തതിന് ശേഷവും മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും അവരവരുടെ ഭാഗം അഭിനയിക്കുകയാണ്. ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിഞ്ഞാലേ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടാതിരിക്കുള്ളൂ. ഒരു വണ്ടി തന്നെ നോക്കൂ. ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ, 2 ഡ്രൈവർമാർ ഒരേ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്യില്ലേ? വണ്ടിയിലിരിക്കുമ്പോൾ വണ്ടി ഒന്ന് തന്നെയാണ്, പക്ഷെ ഡ്രൈവർ മാറുമ്പോൾ ഓട്ടത്തിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നമ്മുടെ 2 മക്കളാണെങ്കിലും വീട്ടിൽ നമ്മൾ വിചാരിക്കരുത് മോനെ പോലെ തന്നെ മോളാകണം. അത് നമ്മുടെ വിചാരമാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താ? എൻ്റെ മോനല്ലേ, എൻ്റെ മോളല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അച്ഛനും അമ്മയും
നിർമ്മിച്ച് തയ്യാറാക്കി കൊടുത്തത് ആ മകൻ അല്ലെങ്കിൽ മകൾ, ആ ശരീരമാകുന്ന വാഹനം മാത്രമാണ് നമ്മൾ തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. പക്ഷേ മോനാണെങ്കിലും മോളാണെങ്കിലും 2 വണ്ടിയാണ്. ആ 2 വണ്ടിയിൽ ഇരിക്കുന്ന 2 ഡ്രൈവർമാരാണ്. 2 ഡ്രൈവർമാർ അവരവരുടെ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. ശരീരമാകുന്ന വാഹനവും ആത്മാവാകുന്ന ഊർജവും, ആ ആത്മീയ ഊർജമാകുന്ന ഡ്രൈവർ എങ്ങനെയാണോ അതുപോലെയാണ് ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് മോനെ മോനായിട്ടും മോളെ മോളായിട്ടും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുകയുള്ളൂ. അങ്ങനെ ഉൾക്കൊള്ളുകയാണെങ്കിൽ മാത്രമേ നമുക്കും സമാധാനം ഉണ്ടാകുള്ളൂ, നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് സമാധാനം കൊടുക്കാനും കഴിയും. അതിനാൽ ഈ കാര്യം മറക്കാതിരിക്കുക. എനിക്ക് എൻ്റെ മനസ്സമാധാനമാണ് ഏറ്റവും വലിയ സമ്പത്ത്. എൻ്റെ കൂടെയുള്ളവർക്ക് സമാധാനം കൊടുക്കുകയാണ് ഏറ്റവും വലിയ കർത്തവ്യം എന്ന് കരുതുന്നുവെങ്കിൽ ജീവിത നാടകത്തിൽ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഓരോരുത്തരെയും അവരവരായിട്ട് അംഗീകരിക്കുക. നമ്മളെല്ലാവരും വ്യത്യസ്തരാണെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. ഓരോരുത്തർക്കും അവരവരുടേതായ വിശേഷതയുണ്ടെന്നും ഓർമ്മിക്കുക. എങ്കിൽ നമുക്കും സമാധാനത്തോടെ ഇരിക്കാം, കൂടെയുള്ളവർക്കും സമാധാനം കൊടുക്കാം. ഓം ശാന്തി.